ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞൊരു ടാസ്കിനെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ പറയേണ്ടി വന്നിട്ടേ ഇല്ല. കാരണം ഇപ്പോൾ ഈവൻ രേണുസുതി ടാസ്ക് പറയുമ്പോൾ പോലും ഞാൻ ഒരിക്കലും ഒരു വീഡിയോ രേണുസുതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് ശൈത്യ ആളുടെ ഒരു റിയൽ സ്റ്റോറി, അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റോറി അവിടെ പറയുമ്പോൾ എന്തർത്ഥത്തിലാണ് ആര്യനും റെനയും ജിസേലും ഇരുന്ന് ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ 3 പേരുടെ കൂട്ടുകെട്ടാണ് അപ്പാനിയെ കാട്ടിയും അക്ബറിനെ കാട്ടിയും വിഷം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഈ ശൈത്യയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ശൈത്യക്ക് പുറത്ത് നല്ല ഹേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഹേറ്റേഴ്സിൻ്റെ ഒരു റീസൺ പറയുകയാണെങ്കിൽ ശരിക്കും ആ ഒരു പഴയ ഒരു പ്രോഗ്രാമിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് ചോദിക്കേണ്ട ഇടമല്ല ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പക്ഷേ ശൈത്യ പറയുന്ന വാക്കുകൾ ഒരുപാട് ലോസ് ഉണ്ടായി, അതിൻ്റെ പേരിൽ അച്ഛനും എല്ലാവരും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ടായി എന്ന് പറയുമ്പോൾ ആര്യൻ കുനിഞ്ഞിരുന്ന് വാ പൊത്തിച്ചിരിക്കുന്നുണ്ട്. ജിസേലും റെനയാണെങ്കിൽ തിരിഞ്ഞു നോക്കി ആര്യനെയും ജിസേലിനെയും നോക്കി ചിരിക്കുകയാണ്. മേ ബി നമ്മളിപ്പോൾ ക്ലാസ്സിൽ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറച്ച് പേര് ബാക്കിലിരുന്ന് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ഇവിടെ നിങ്ങളെ ഈ ക്യാമറ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും ഇങ്ങനെ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. ശൈത്യയുടെ അങ്ങേയറ്റം അച്ഛനെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവരിരുന്ന് ചിരിക്കുന്നത് എന്താണെങ്കിലും ഇത് എയർ ചെയ്യുന്നുണ്ട്, ലൈവാണ്. ഇത് എന്താണ് ഇവർ ചിന്തിക്കാത്തത്? അപ്പം അപ്പാനി ഇത് അറിയുന്നുണ്ട്. അപ്പാനിയും റെനയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റെനയുടെ ഈ ഒരു പെരുമാറ്റത്തോട് അപ്പാനിക്ക് താല്പര്യമില്ല. അപ്പാനി കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് മുന്നോട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അബിയെ ഞാൻ ഈ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യണം തൊട്ടേ എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അബിക്ക് പറ്റുന്ന രീതിയിൽ അബിയുടെ ഒരു ഇൻഡിവിജ്വൽ പ്രസൻസ് എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണിപ്പുര ടാസ്കിലായിക്കോട്ടെ അല്ലെങ്കിൽ അത് എല്ലാത്തിലും അബിയുടെ ഒരു പ്രസൻസ് ക്ലിയർ കട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ കണക്ക് അബി ചാടി കയറി വന്നിട്ട് ഇവൻ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈത്യ ശരിക്കും ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം വെച്ചാൽ ശൈത്യ ഇവരെല്ലാം പ്രസന്റ് ചെയ്ത് മുമ്പിലാണല്ലോ ഇരിക്കുന്നത്. ആര്യനും ഇവരെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ ശൈത്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഏതായാലും അബി ശൈത്യയുടെ മുമ്പിൽ കൂടെ ചാടി ഇറങ്ങി ശൈത്യയെ പോലും മൈൻഡ് ചെയ്യാതെ നിനക്കൊക്കെ എന്താടാ ഇത് കേൾക്കുമ്പോൾ ഇത്ര ചിരി, നീ ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്നും പറഞ്ഞിട്ട് അബി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കും റെന ഇല്ല ഞാൻ ചിരിച്ചില്ല എന്നും പറഞ്ഞ് റെനയുടെ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജിസേൽ ഒരു പച്ചക്കള്ളിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞങ്ങൾ ചിരിച്ചില്ല, ഞങ്ങൾ കരഞ്ഞതാണ്. കഴിഞ്ഞ ആ ലാലേട്ടന്റെ സീസൺ ആ ഒരു എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ജിസേല് ഒരു കാര്യവും എടുത്തു വെച്ചിട്ടില്ല. എല്ലാം അനുമോള് കള്ളി, അനുമോൾ അങ്ങനെ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് അനുമോളിനോട് കുറച്ചുകൂടെ റെസ്പെക്ട് തോന്നിയത്. ജിസേല് കാരണമാണ് അനുമോൾ എന്ന് പറഞ്ഞൊരു ഗുഡ് പ്ലെയർ അവിടെ ഉണ്ടായത്. അതുപോലെ ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ എന്തായാലും ഇത് കാണിക്കും. വരുന്ന ആഴ്ചയിൽ ലാലേട്ടൻ എന്തായാലും തൂക്കും. ഇതൊരു ഗെയിം ഷോ ആണ്. പക്ഷെ ഗെയിം ഷോയ്ക്ക് അപ്പുറം കുറച്ച് ഫീലിങ്സ് ഒക്കെ കാണിക്കേണ്ട ഇടത്ത് കാണിക്കണം. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഇരുന്ന് കഥ കേൾക്കാനുള്ള ഒരു അവസരമല്ലേ. അതിനകത്ത് ഈ ഒരു കുത്തിത്തിരിപ്പും പിന്നെ ചെരുപ്പെടുത്തെറിയുന്ന ഒരു സീൻ, അതായത് അബിയും ആര്യനും റെന ഫാത്തിമ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി ബഹളം വെക്കുന്നതിൻ്റെ ഇടയിൽ ആര്യൻ ചെരുപ്പൂരി വലിച്ചെറിയുന്നുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് ആര്യനെ പുറത്താക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിന്റെ ആവശ്യം ഇതൊക്കെ തന്നെയാണ്, റേറ്റിംഗ് ആണ്. പക്ഷെ ഇതെങ്ങനെ മുന്നോട്ട് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഇത് സംസാരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും എന്താണ് സംഭവിച്ചത്, ശൈത്യയുടെ കഥ കേട്ടിട്ടാണോ ഇവർ ഈ പൊട്ടി ചിരിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്യ കഥ പറയുന്നു, അവത്തുങ്ങൾ വേറെ വല്ല കഥയും ആയിരിക്കും പറയുന്നത്. ഏതായാലും ശരി, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.